ചോറ്റാനിക്കര മകം തൊഴുത് ഭക്തലക്ഷങ്ങൾ. അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രമുഖരിതമായി ചോറ്റാനിക്കര. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ എത്രത്തോളം ഭക്തി സാന്ദ്രമാണ് അന്തരീക്ഷം? ദേവിക പറഞ്ഞതുപോലെ പൂർണ്ണമായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് ചോറ്റാനിക്കര ക്ഷേത്രവും പരിസരവും കടന്നുപോകുന്നത്. അവരുടെ എല്ലാം ഭക്തരുടെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ട് ചോറ്റാനിക്കര മകം നാളിൽ 2 മണിക്ക് തന്നെ ചോറ്റാനിക്കര അമ്മയുടെ നട തുറന്നു. അമ്മയെ സർവാഭരണ വിഭൂഷിതയായ അമ്മയെ ഒരു നോക്ക് ദർശിച്ച് ദർശന സായുജ്യം നേടാൻ, പുണ്യം നേടാൻ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ അനുഗ്രഹ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ആളുകളും ഇന്നലെ രാത്രി എത്തിയ ആളുകളുണ്ട്, ഇന്ന് പുലർച്ചെ എത്തിയ ആളുകളുണ്ട്. അവർക്കെല്ലാം ഇപ്പോൾ ദർശനം ലഭിക്കുന്നു. അവരെല്ലാവരും തന്നെ ചോറ്റാനിക്കര അമ്മയെ കണ്ട്, സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ കണ്ട് കൺകുളിർക്കെ കണ്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ ചൊരിഞ്ഞ് കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ തവണ മാത്രം 1.25 ലക്ഷം ഭക്തജനങ്ങളായിരുന്നു ചോറ്റാനിക്കര അമ്മയെ ദർശിച്ചത്. അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു. ഇത്തവണ 1.5 ലക്ഷത്തോളം ഭക്തർ ചോറ്റാനിക്കര അമ്മയെ ദർശിക്കാൻ വേണ്ടി, മകന്നാളിൽ ചോറ്റാനിക്കര അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി എത്തുമെന്നാണ് തന്നെയാണ് കണക്ക്. പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ചോറ്റാനിക്കര അമ്മയെ ദർശിച്ചതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ ഒരു സന്തോഷത്തിലാണ്. തൊടുപുഴയെന്നോ? വേറെ ആരെങ്കിലും കൂടെ ഉണ്ടല്ലോ? എല്ലാ തവണയും വരാറില്ലാണോ? 3 വർഷമായി വന്നിട്ട്. ഇവിടെ വന്ന് ഇന്നലെ വെച്ച് ഇരുന്നാ. ഇന്നലെ വന്ന് വിരിവെച്ചിരുന്നതാണ്. അല്ലെങ്കിൽ കിട്ടൂല, അല്ലെങ്കിൽ ഇതുപോലെ ആദ്യം ദർശിക്കാൻ പറ്റില്ല. ഇല്ല, കാരണം ഒത്തിരി ദൂരം വന്നല്ലേ വരുന്നതാണ്. അപ്പൊ നേരത്തെ പോകുന്നതാണ്. അതുകൊണ്ട് എങ്ങനെ ചോറ്റാനിക്കര അമ്മയെ ദർശിക്കാൻ കിട്ടുന്ന ഇനി ഒരു മിനിറ്റുകൾ മാത്രം മതി അമ്മയുടെ അടുത്തേക്ക് എത്താൻ. നല്ല സന്തോഷം. ഇനി എല്ലാ ഭക്തர்களுം ഇനി വന്നോണ്ടിരിക്കണം. ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുന്നത് അവിടെ. നമ്മള് ഇനി വന്നോണ്ടിരിക്കണം. നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. വർഷം ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അമ്മയെ തൊഴുതിട്ട് പോയി. അമ്മ എല്ലാവരും നന്നായി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് നന്നായി വെച്ചിട്ടുണ്ട്. അത് സന്തോഷമായിരുന്നു. വർഷാവർഷം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഭക്തരടക്കമുള്ള ആളുകൾ എവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ, അവരെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു പുണ്യ നിമിഷത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ഓരോരുത്തരും. ഇനി മിനിറ്റുകൾ മാത്രമാണ്. ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മിനിറ്റുകൾ മാത്രമാണ് അവർക്ക് ചോറ്റാനിക്കര അമ്മയുടെ തിരുമുമ്പിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇനി ബാക്കിയുള്ളത്. നേരത്തെ ഈ ക്യൂവിൽ ആദ്യം ഇടം പിടിച്ച് ഏറ്റവും മുന്നിൽ കടന്നുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ദർശനത്തിന്റെ മഹത്തായ പുണ്യം നുകർന്നു കഴിഞ്ഞു. അങ്ങനെ ഓരോ ഭക്തരും ആ ദർശന പുണ്യത്തിന്റെ ഒരു അനുഭൂതിയിലൂടെ കടന്നു പോകുന്ന ഒരു ചോറ്റാനിക്കര അമ്മയെ കാണാൻ ഇനി മിനിറ്റുകൾ മാത്രമല്ല. കൊറേ കാത്തിരിക്കുവായിരുന്നില്ലേ? കൊറേ കാത്തിരുന്നു. കൊറേ തള്ളു കിട്ടി. കിട്ടിയോ? തിക്കും തിരക്കിലും കിട്ടി. പിന്നെ എന്താ പറയാ, അമ്മ എങ്ങനെയായാലും ഒന്ന് കണ്ടിട്ട് പോകണമെന്നല്ലേ. ഞങ്ങള് പാലക്കാട് നിന്ന് വരുന്നതാ. പാലക്കാടുകാർ ഒരുപാട് പേരെ കണ്ടു ഇവിടെ ചോറ്റാനിക്കര അമ്മയെ കാണാൻ. പാലക്കാട് നിന്ന് വരുന്നതാ ഞങ്ങള്. വരുന്നത് പെരുമ്പാവൂരിന്നാ വരുന്നത്. എപ്പോഴെത്തിയത്? പെരുമ്പാവൂര് രാവിലെ 6 മണിക്ക് അവിടുന്ന് ബസ്സൊക്കെ. രാവിലെ 6 മണിക്ക് വന്നു. എന്നിട്ടും നമുക്ക് ക്യൂവിന്റെ ഈ ഒരു ഘട്ടത്തിൽ എത്താൻ പറ്റിയിട്ടല്ലോ അല്ലേ? പെരുമ്പാവൂരാണോ? ട്രിവാൻഡ്രം. ശരി. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഉണ്ട്. പനിച്ചമൂട് ഇന്നലെ വന്നു മകം തൊഴ. പനിച്ചമൂട് നെയ്യാറ്റിൻകര. പനിച്ചമൂട്ടിൽ ഇന്നലെ വന്നു മകം തൊഴാനായിട്ട്. ശരി. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഇനി മിനിറ്റുകളും കാത്തിരുന്നാൽ മതിയല്ലോ. ചോറ്റാനിക്കര അമ്മ ആ ഒരു ക്യൂ നീണ്ടു 13 വർഷം കൊണ്ട് മകം തൊഴാൻ വരുന്നു. 13 വർഷമായിട്ട് വരുവാണ്. എല്ലാ വർഷവും അമ്മയെ കണ്ട് അനുഗ്രഹം തേടിയിട്ട് പോകും. അതിന്റെ ഒരു വർഷം മുഴുവൻ നീളുന്നതായിരിക്കുമല്ലോ ആ ഒരു അനുഗ്രഹത്തിന്റെ അല്ലേ? അടുത്ത തവണ കാണുന്നത് വരെയും അമ്മയുടെ അനുഗ്രഹമാണ് നമ്മളെ നിറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 4 വർഷമായി അടുപ്പിച്ച് വരാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുമുണ്ട്.
ദേവിക, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകൾ, അവരിൽ 25 വർഷമായ ആളുകളുണ്ട്, 10 വർഷമായി ചോറ്റാനിക്കര അമ്മയെ സ്ഥിരമായി ദർശിക്കുന്ന ആളുകളുണ്ട്, കഴിഞ്ഞ 6 വർഷമായി ചോറ്റാനിക്കര അമ്മയുടെ തിരുമുമ്പിലേക്ക് എല്ലാ മകന്നാളിലും എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഭക്തലക്ഷങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം അവരുടെ അവസാന വാക്ക് ചോറ്റാനിക്കര അമ്മയാണ്. അവരുടെ പ്രാർത്ഥനകളുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയാണ്. ആ ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങളെല്ലാം ദേവിക്ക് മുന്നിൽ അർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു മനസംതൃപ്തിയുണ്ട്. ആ മനസംതൃപ്തി നേടി പിരിഞ്ഞു പോകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരു നന്മയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. അതിനുവേണ്ടി തന്നെയുള്ള കാത്തിരിപ്പിലാണ്. വലിയ തിരക്കാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ക്യൂ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിശ്ചയിച്ചിരുന്നത്. ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചിരുന്നു. അവർക്ക് വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ ഒരുക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ക്യൂവിൽ മതിയായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ വലിയ ഒരു ഭക്തജന സഹസ്രം അവർ ചോറ്റാനിക്കര അമ്മയെ തൊഴുത് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുന്നു. ആ ക്യൂ ഒന്ന് നീങ്ങുന്നതിന് വേണ്ടി ഈ ഒരു ദർശനം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു ദർശന സമയം എന്നതുകൊണ്ട് തന്നെ. മാത്രമല്ല മകന്നാളിൽ അമ്മയെ തൊഴുത് പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന ഒരു വിശ്വാസമുണ്ട്. എല്ലാ ദിവസവും ചോറ്റാനിക്കര വരുന്ന ആളുകളുണ്ട്. ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ചോറ്റാനിക്കര അമ്മയെ സ്ഥിരമായി ദർശിക്കുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ മകന്നാളിൽ പ്രത്യേകമായി തന്നെ ചോറ്റാനിക്കര അമ്മയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥനകൾ നടത്തി വഴിപാടുകൾ നടത്തി പിരിയുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം തന്നെ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു നിമിഷങ്ങളിലൂടെ ചോറ്റാനിക്കര ക്ഷേത്രം കടന്നു പോകുന്നു. ഇനിയും മണിക്കൂറുകൾ നീളുന്ന ഒരു ദർശനത്തിന് തന്നെയാണ് ചോറ്റാനിക്കര സാക്ഷ്യം വഹിക്കുന്നത്. പല ഭാവങ്ങളിലുള്ള ചോറ്റാനിക്കര അമ്മ ശ്രീപാർവതിയായും ദുർഗാദേവിയായും ഭദ്രകാളിയായും എല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്ന ചോറ്റാനിക്കരയമ്മ, 5 ഭാവങ്ങളുള്ള രാജരാജേശ്വരിയായ ചോറ്റാനിക്കരയമ്മ, രാജരാജേശ്വരി സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ചോറ്റാനിക്കരയമ്മ, 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ചോറ്റാനിക്കര. ആ ചോറ്റാനിക്കരയിലെ മകന്നാളിൽ ദർശന പുണ്യം നേടിക്കൊണ്ട് കടന്നു പോകുന്ന ഭക്തരെ തന്നെയാണ് ഓരോരുത്തരെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ മനസ്സുകളിൽ നിറയുന്നത് ആ ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ്, പ്രാർത്ഥനയുടെ അലയോലികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചോറ്റാനിക്കര അമ്മയെ തൊഴുത് ക്ഷേത്ര പുണ്യം നേടി കടന്നു പോവുകയാണ്. ശരി ജിജീഷ്, ഭിന്നശേഷിക്കാരടക്കം അവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ക്യൂവിൽ അധിക നേരം നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി അവിടെ ചെയ്ത് നൽകുന്നുണ്ടല്ലോ. മറ്റ് വിഷമങ്ങളൊന്നും ഭക്തജനങ്ങൾ നിലവിൽ അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ദേവിക പറഞ്ഞതുപോലെ തന്നെ ഈ ശാരീരിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക്, പ്രായമായവർക്കെല്ലാം തന്നെ പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേക ക്യൂ സംവിധാനത്തിലൂടെ തന്നെയാണ് അവരെ കടത്തിവിടുകയും ചെയ്യുന്നത്. എന്നാൽ ആ ക്യൂവിൽ പോലും വലിയ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. കാരണം തങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളെ, ശാരീരിക അവശതകളെ, ശാരീരിക ബുദ്ധിമുട്ടുകളെ എല്ലാം കടന്നു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്നുമല്ല ദേവിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ദേവിക്ക് മുന്നിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം, നട തുറക്കുമ്പോൾ തന്നെ ദേവിയെ കാണാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ മറ്റെല്ലാത്തിനേക്കാൾ മുകളിലാണ് ദേവീ ദർശനം എന്ന് വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ ശാരീരിക പരിമിതികളെയും പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടെത്തുന്ന ഭക്തരക്ഷങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഒരു നിർവൃതിയുടെ, ആത്മനിർവൃതിയുടെ ഒരു ഘട്ടം, ഭക്തി നിർവൃതിയുടെ ഒരു ഘട്ടം. ആ ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നു, പ്രാർത്ഥനയുടെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. പ്രായമായവരും ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നവരും എല്ലാം തന്നെ ഉണ്ട്. കുട്ടികളുണ്ട്, പല പ്രായക്കാരായ ആളുകളുണ്ട്. രാവിലെ മുതൽ തന്നെ അവർ ഈ ക്യൂവിൽ ഇടം പിടിച്ചത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും മുന്നിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഏറ്റവും മുൻവശത്ത് തന്നെ വിരിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാവരും. അവരുടെ എല്ലാം മനസ്സുകളിൽ ഉണ്ടായിരുന്നത് ഇനി 2 മണിക്ക് നട തുറക്കുമ്പോൾ ദേവിയെ ദർശിക്കാൻ കഴിയുമല്ലോ, ആ ദർശന പുണ്യം തേടി തങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുമല്ലോ എന്ന് കരുതി തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനസഞ്ചയം, ബാംഗ്ലൂരിൽ നിന്നുള്ള മലയാളികൾ, മറ്റു വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം എന്നത് തന്നെയാണ് ചോറ്റാനിക്കര മകൻ തൊഴലിനെ ഏറ്റവും പ്രത്യേകതയുള്ളതാക്കുന്നത്, പ്രശസ്തമാക്കുന്നത്. കണ്ണുകൾ നിറഞ്ഞ് പ്രാർത്ഥനാ നിർഭരമാണ് അവരുടെ മനസ്സുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രാർത്ഥനാ നിർഭരമായ ആ മനസ്സുകൾ, ആ കാഴ്ചകളാണ് അവരെ ഈ ഒരു ഘട്ടത്തിലേക്ക്, കാരണം ചോറ്റാനിക്കര അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലേക്ക് അവരെ എത്തിച്ചത്. അങ്ങനെ
അങ്ങനെ ആത്മീയതയുടെ വഴിയെ പ്രാർത്ഥനയുടെ വഴിയെ അവരോരോരുത്തരും നീങ്ങുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ മന്ത്രം മാത്രമാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ മുഖരിതമായിരിക്കുന്നത്. ചോറ്റാനിക്കരയിൽ ഭക്തി സാന്ദ്രമാക്കുന്നത് ഓരോ ചുണ്ടുകളിലും മുഴങ്ങുന്ന മന്ത്രം എന്ന് പറയുന്നതും അമ്മേ നാരായണ, ചോറ്റാനിക്കര ദേവിയെ സ്തുതിക്കുന്ന മന്ത്രധ്വനികളാണ്. ആ മന്ത്രധ്വനികളിൽ നിറഞ്ഞ് അനുഗ്രഹാശസ്സുകൾ ഏറ്റുവാങ്ങി അവർ മടങ്ങുമ്പോൾ അതൊരു ചരിത്ര പ്രസിദ്ധമായ മകൻ തൊഴിലിൻ്റെ മറ്റൊരു ബാക്കി പത്രം കൂടിയായി മാറുകയും ചെയ്യുന്നു. ദേവിക, ശരി, ഭക്തി സാന്ദ്രമാണ് ചോറ്റാനിക്കര മകം തൊഴുത് മകം തൊഴുത് ഭക്തലക്ഷങ്ങൾ. അമ്മേ നാരായണ, ദേവി നാരായണ മന്ത്രമുഖരിതമാണ് ചോറ്റാനിക്കര. ജിജീഷ് കരുണാകരൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ജിജീഷ്, അധിക നേരമായി 6 മണി മുതലേ ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുണ്ട്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ പോലും അവിടെയുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകൾ, കർണാടകയിലും തമിഴ്നാട്ടിൽ നിന്നും വരെ എത്തിയിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. അവർക്ക് ദാഹജലം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇവർക്കുള്ള ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളും, മറ്റൊന്ന് ഈ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൃത്യസമയത്ത് സമയാസമയങ്ങളിൽ അവർക്ക് ലഭ്യമാക്കുക എന്നത് തന്നെയാണ്. അതിനുള്ള ഏതാണ്ട് സജ്ജീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഒരുക്കിയിരുന്നു. കുടിവെള്ളവും ഭക്ഷണവും ഇവിടെ അന്നദാന മണ്ഡപത്തിൽ അന്നദാനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഭക്ഷണം അവർക്ക് രാവിലെ ഭക്തർക്ക് ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നു. കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഏർപ്പെടുത്തി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകമായി തന്നെ ശാരീരിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് നിൽക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെയുള്ള ക്യൂ ക്രമീകരണങ്ങൾ ആ ഒരു ഘട്ടത്തിൽ സജ്ജമാക്കിയിരുന്നു. അങ്ങനെ അത്ര സജ്ജീകരണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം, കാരണം നിരവധി ആളുകൾ വന്നു പോകുന്നതാണ്, വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നതാണ്. അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ അവിടെ വിന്യസിച്ചിരുന്നു. അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ അധികൃതർ ഒരുക്കി. ഇപ്പോൾ ചോറ്റാനിക്കര നട തുറന്നതോടുകൂടി ആ തിരക്ക് അത് വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോഴും ഈ ക്യൂവിൻ്റെ ഏറ്റവും അവസാനത്തെ വശം എന്ന് പറയുന്നത് അത് റോഡിലേക്ക് ഇറങ്ങി റോഡും കടന്നു പോകുന്ന വലിയൊരു ക്യൂ ആണ്. ആ ആളുകളെല്ലാം തന്നെ ദർശനം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ചോറ്റാനിക്കര അമ്മയെ തൊഴുത് ദർശനം നേടി ആ ഒരു അനുഗ്രഹം തേടി മടങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചെല്ലാം തന്നെ അവരുടെ എല്ലാം ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത്. ഐതിഹ്യങ്ങൾ ഏറെയുള്ള ചരിത്രപ്രസിദ്ധമായ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ചോറ്റാനിക്കര ക്ഷേത്രം, ആ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഏറ്റവും പ്രധാനം തന്നെയാണ് ഈ ഒരു നട തുറക്കൽ മഹോത്സവം. മകൻ തൊഴിൽ മാർച്ച് 12 ഈ ഒരു ദിവസം നടക്കുന്നത്. ഒപ്പം തന്നെ നാളെ പൂരമെഴുന്നള്ളിപ്പും മറ്റ് ഉത്രമാറാട്ടം, അത്തം, വലിയ കുരുതി എന്നോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾ അവസാനിക്കുന്നത്. തന്ത്രി എളവള്ളി പുലിയന്നൂർ ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റിയിരുന്നത്. അതിനുശേഷം ദിവസങ്ങൾ നീളുന്ന ഒരു ആഘോഷ പരിപാടികളിലൂടെയാണ് ചോറ്റാനിക്കര ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ കടന്നു പോകുന്നത്. കുംഭമാസത്തിലെ മകം ഉത്സവം അത് ഏറ്റവും പ്രധാനമാണ്. 7ാം നാളിലാണ് ഈ പ്രസിദ്ധമായ മകൻ തൊഴിൽ നടന്നിരിക്കുന്നത്. ആ ഒരു ഐതിഹ്യമെല്ലാം തന്നെ പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങൾ ഉണ്ട്. ആ ഐതിഹ്യങ്ങളിലൂടെ എല്ലാം കടന്നുകൊണ്ട് തന്നെയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധമായ മകൻ തൊഴിൽ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. വില്യമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയ ദേവി ദർശനം നൽകിയ മഹത്തായ നിമിഷങ്ങൾ, ആ നിമിഷങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പ്രധാനപ്പെട്ട നിമിഷങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ചോറ്റാനിക്കര മകം ദർശനം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ മാത്രമല്ല, നമുക്ക് ഈ ക്യൂ കാണുമ്പോൾ മനസ്സിലാകുന്നത് സ്ത്രീകൾ മാത്രമല്ല. സാധാരണ ചോറ്റാനിക്കരയിൽ വലിയൊരു തിരക്കുണ്ടാകാറുള്ളത് സ്ത്രീജനങ്ങളുടെയാണ് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷന്മാരോടും സ്ത്രീകളും കുട്ടികളും പ്രായമായ ആളുകളും ഏറ്റവും പ്രായമായ ആളുകളും എല്ലാം തന്നെ അവരുടെ ശാരീരിക പ്രശ്നങ്ങളെ മറികടന്നു വരുന്നു എന്നത് തന്നെയാണ്. കാരണം അവർക്ക് ഈ ചോറ്റാനിക്കര അമ്മയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ഒരു അതിയായ ഊർജ്ജമുണ്ട്. ചോറ്റാനിക്കര അമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അന്തരീക്ഷം. ചോറ്റാനിക്കര മകം തൊഴാൻ ലക്ഷങ്ങളാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്.